നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ചെറുവള്ളിക്കടുത്ത് KSRTCയുടെ വിനോദയാത്രാ ബസ് തീകത്തി നശിച്ച സംഭവം. തീപിടുത്തം സംബന്ധിച്ച ഭിന്നാഭിപ്രായം. വീൽ ജാമായതാണെന്ന് KSRTC വിജിലൻസ് വിഭാഗം. ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഓടിച്ചത് കാരണമായെന്ന മലപ്പുറം ഡിപ്പോ അധികൃതർ. കോഴിയിറച്ചിക്ക് വൻ വിലവർധന. കിലോയ്ക്ക് 170 രൂപയ്ക്ക് മുകളിൽ. തമിഴ്നാട് കോഴി വരവ് കുറഞ്ഞു. ജില്ലയിൽ ചെറുകിട കോഴി ഫാമുകൾ പൂട്ടിയതും കാരണം. എരുമേലിയിൽ എക്സൈസ് സംഘം വൻ വാറ്റ് കേന്ദ്രം തകർത്തു. 490 ലിറ്റർ കോടയും വാറ്റ് ഉപകരണങ്ങളും പിടിച്ചെടുത്തു. വാറ്റ് സംഘം ഓടി രക്ഷപ്പെട്ടു. ധനുമാസത്തിലെ തിരുവാതിര ആഘോഷിച്ചു. വ്രതം നോറ്റും തിരുവാതിര കളിച്ചും ഉറക്കമിളച്ചും സ്ത്രീജനങ്ങൾ. വാർത്തകൾ വിശദമായി. ചെറുവള്ളിയിൽ ഓടിക്കൊണ്ടിരിക്കെ KSRTCയുടെ വിനോദയാത്രാ ബസ് കത്തി നശിച്ച കാരണം സംബന്ധിച്ച് ഭിന്നാഭിപ്രായം. ഇടത്തെ വീൽ ജാമായതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ഫോറൻസിക് വിഭാഗം പറയുന്നു. അതേസമയം ഹാൻഡ് ബ്രേക്ക് ഇട്ട് ബസ് ഓടിച്ചതാണ് കാരണമെന്ന് മലപ്പുറം ഡിപ്പോ അധികൃതരും പറയുന്നു. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ് മണിമല ചെറുവള്ളി പള്ളിപ്പടിക്ക് സമീപം കത്തി നശിച്ചതിന്റെ ഉത്തരവാദിത്തം താൽക്കാലിക ഡ്രൈവറുടെ മേൽ കെട്ടിവെക്കാൻ ഉന്നത നീക്കം നടക്കുന്നതായി ആക്ഷേപം. ബസിന്റെ പിന്നിലെ ഇടത്തെ വീൽ ജാം ആയതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പോലീസ് ഫോറൻസിക് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ബസിന്റെ ഇടതുവശത്തെ ടയറിന്റെ ഓട്ടോമാറ്റിക് സ്ലാക്ക് അഡ്ജസ്റ്റർ തകർന്ന് വീൽ ജാമായി തീപിടിച്ചു എന്നാണ് KSRTC കോട്ടയം വിജിലൻസ് വിഭാഗം പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ബസിന്റെ ടയർ അഴിച്ചായിരുന്നു പരിശോധന. അതേസമയം ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഓടിച്ചതാണ് തീപിടുത്തത്തിന് കാരണമായതെന്ന് മലപ്പുറം ഡിപ്പോ അധികൃതർ പറയുന്നു. ഡ്രൈവറുടെ കുറ്റമാക്കി മാറ്റാനുള്ള ശ്രമമാണിതെന്നാണ് ജീവനക്കാരുടെ പ്രതികരണം. ഹാൻഡ് ബ്രേക്ക് പ്രവർത്തിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാൽ രാത്രി ചാലക്കുടിയിൽ നിന്നും 2.5 മണിക്കൂർ കൊണ്ട് മണിമലയിലെത്താൻ കഴിയില്ലെന്നും ഇതിനുള്ള കാരണമായി പറയുന്നു. ബസിന്റെ ഹാൻഡ് ബ്രേക്കിന് തകരാറുണ്ടെന്ന് ഡ്രൈവർ 3 തവണ രേഖാമൂലം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. കഴിഞ്ഞ മാസം 29-ാം തീയതി ബസിന്റെ മെക്കാനിക്കൽ പരിശോധനയും നടത്തിയിരുന്നു. ഇതോടെ ബസ് കത്തിയ കുറ്റം മെക്കാനിക്കൽ വിഭാഗത്തിന്റെ തലയിൽ വരാതിരിക്കാനാണ് അധികൃതരുടെ നീക്കമെന്ന് ബസിലെ പോർട്ടബിൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ പകുതിയോളം കാലിയായിരുന്നുവെന്നും ജീവനക്കാർ പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ഓടിക്കുന്ന ബസ് മലപ്പുറത്തു നിന്നും ഗവിക്കുള്ള യാത്രയിൽ കഴിഞ്ഞ മാസം 29-നാണ് തീപിടിച്ചത്. ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 30ഓളം യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. യാത്രക്കാർ അപകടമില്ലാതെ രക്ഷപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഇറച്ചിക്കോഴിയുടെ വിലയിൽ വൻ വർധന. ഇന്ന് 170 മുതൽ 175 രൂപ വരെയാണ് ഇറച്ചിവില. തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിവരവ് കുറഞ്ഞത് വില ഉയരാൻ കാരണമായിട്ടുണ്ട്. ഇറച്ചിക്കോഴി വില കുതിച്ചുയർന്നു. കോട്ടയം ജില്ലയിൽ മിക്കയിടങ്ങളിലും 170 മുതൽ 175 രൂപ വരെയാണ് കോഴിയിറച്ചിയുടെ ഇന്നത്തെ വില. കേരളത്തിൽ ഉൽപാദനം കുറഞ്ഞതും തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിവരവ് കുറഞ്ഞതും പക്ഷിപ്പനിയും വില ഉയരുന്നതിന് കാരണമായി. ഉൽപാദന ചെലവ് വർദ്ധിച്ചതോടെ ജില്ലയിലെ കോഴി ഫാമുകൾ പലതും അടച്ചുപൂട്ടി. കോഴിത്തീറ്റയുടെ വില വൻതോതിൽ വർദ്ധിച്ചതും ഫാമുകളിൽ ഉപയോഗിക്കുന്ന അറക്കപ്പൊടി, വെള്ളം ഇവയുടെ ലഭ്യത കുറവും ഫാമുകൾക്ക് പൂട്ടിടേണ്ട അവസ്ഥയുണ്ടാക്കി. ഉൽപാദന ചെലവിലെ വലിയ വർധനയും കോഴി വളർത്തലിന് തിരിച്ചടിയായി. ഫാമുകളിൽ കോഴി വളർത്തി കച്ചവടക്കാർക്ക് നൽകുന്നതിന് ഒരു കോഴിക്ക് 7 മുതൽ 8 രൂപ വരെയാണ് ലഭിക്കുന്നത്. ഒരു കോഴിക്ക് 10 രൂപയെങ്കിലും ലഭിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയം 110 മുതൽ 115 രൂപ വരെയായിരുന്നു കോഴിവില. ഈ സീസണിൽ 170-ന് മുകളിൽ എത്തിയെങ്കിലും കച്ചവടത്തെ ബാധിച്ചിട്ടില്ലെന്ന് വ്യാപാരി അനിൽ പറഞ്ഞു. ഈ സീസണിൽ ഇപ്പോൾ കോഴിക്ക് കഴിഞ്ഞ സീസണിൽ ഇത്രയും വില വന്നതല്ലേ. ഇപ്രാവശ്യം ഹയസ്റ്റ് വിലയാണ് 170 രൂപ. അതിൻ്റെ കാരണം പറഞ്ഞാൽ കേരളത്തിലുള്ള ഒത്തിരി ഫാമുകൾ വിലക്കുറവ് ഒത്തിരി നാൾ നീണ്ടു നിന്നായിരുന്നു. 80 രൂപ 90 രൂപ ആ റേഞ്ച് നിന്നപ്പോൾ ഒത്തിരി ഫാമുകൾ നിന്നു പോയായിരുന്നു. അതിൻ്റെ കൊണ്ടും വരാം. പിന്നെ തമിഴ്നാട്ടിലും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഫാമുകൾ കോഴിയില്ല. അതുകൊണ്ടാണിപ്പം വില നിൽക്കുന്നത്. വില കൂടിയിട്ടും കച്ചവടത്തിന് കുറവൊന്നുമില്ല. ക്രിസ്മസിന് നല്ല കച്ചവടം ഉണ്ടായിരുന്നു. കോഴിവില ക്രമാതീതമായി ഉയർന്നത് ഹോട്ടലുകളിലെ ചിക്കൻ വിഭവങ്ങളുടെ വിലയെ ബാധിച്ചിട്ടുണ്ട്. ചിക്കൻ വിഭവങ്ങൾക്ക് വില ഉയർത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ഹോട്ടൽ ഉടമകളും പറയുന്നു. കോഴിയുടെ വില 175 രൂപയായി. ഇങ്ങനെ പോയാൽ ഞങ്ങളെപ്പോലെയുള്ള ഹോട്ടലുകാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ 100 രൂപയ്ക്കാണ് ബിരിയാണി കൊടുക്കുന്നത്. 2 പീസ് വെച്ച് മുട്ടയും വെച്ച് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ നഷ്ടകരമാണ്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഇതുപോലെ വില കയറുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. എരുമേലിയിൽ വൻ വാറ്റ് കേന്ദ്രം എക്സൈസ് സംഘം തകർത്തു. മങ്കടവ് ഭാഗത്ത് എക്സൈസ് നടത്തിയ റെയ്ഡിൽ 490 ലിറ്റർ കലക്കിയ കോടയും ഗ്യാസ് അടുപ്പും സിലിണ്ടറും പാത്രങ്ങളും കണ്ടെടുത്തു. എരുമേലി റേഞ്ച് ഇൻസ്പെക്ടർ ടോജോ ടി ഞള്ളിയലിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. ധനുമാസത്തിലെ തിരുവാതിര ആഘോഷിച്ചു. തിരുവാതിര വ്രതം നോറ്റും ഉറക്കമിളച്ചും തിരുവാതിര കളിച്ചും സ്ത്രീകൾ ആഘോഷത്തിൽ പങ്കാളികളായി. വെറുതെ ഞങ്ങളെ കൊൽവാൻ അവസരമേ
ധനുമാസത്തിലെ തിരുവാതിര ആഘോഷിച്ചു. മംഗല്യവതികൾ നെടുമാംഗല്യത്തിനും അവിവാഹിതരായ യുവതികൾ ഉത്തമ വിവാഹം നടക്കാനുമാണ് ഈ വ്രതം എടുക്കുന്നത്. നൊയമ്പു നോൽക്കൽ, നാമജപം, തിരുവാതിര കളി, ഉറക്കമൊഴിച്ച് എട്ടങ്ങാടി കഴിക്കൽ, പാതിരാപ്പൂ ചൂടൽ, ശിവക്ഷേത്ര ദർശനം എന്നിവയെല്ലാമാണ് തിരുവാതിരയുടെ പ്രധാന ചടങ്ങ്. മഹാദേവന്റെ പിറന്നാളാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നാണ് വിശ്വാസം. കുടുംബാംഗങ്ങളുടെ ദീർഘായുസ്സിനും ആപത്തിൽ രക്ഷയ്ക്കും വേണ്ടിയാണ് തിരുവാതിര വ്രതം നോക്കുന്നത്. മകീരവും തിരുവാതിര നാളും ചേർന്ന രാവിലാണ് തിരുവാതിര ആഘോഷിക്കുന്നത്. ശിവക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും നടന്ന ധനുമാസത്തിലെ തിരുവാതിര ആഘോഷത്തിൽ നിരവധി സ്ത്രീകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ UDTF കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് പ്രതിഷേധ മാർച്ച് നടത്തി. ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കായിരുന്നു മാർച്ച്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പരിഷ്കരിച്ച് പുതുതായി ഏർപ്പെടുത്തിയ നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് UDF തൊഴിലാളി സംഘടനയായ UDTF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച നടപടി പിൻവലിക്കുക, ലേബർ കോഡുകൾ പിൻവലിക്കുക, കേന്ദ്ര സർക്കാർ നീതി പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരക്കാർ ഉന്നയിച്ചു. ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച മാർച്ച് കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ INTUC സംസ്ഥാന സെക്രട്ടറി PV പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ പാവപ്പെട്ടവർ തൊഴിൽ ആവശ്യപ്പെട്ടാൽ അവർക്ക് 100 നിർബന്ധമായും കൊടുക്കണം, ഇല്ലെങ്കിൽ തുല്യമായ വേതനം കൊടുക്കണമെന്നുള്ള നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കി രാജ്യത്ത് 2005 വരെ ഇങ്ങോട്ട് നടത്തിവരുന്ന ഈ പദ്ധതിയെ തകർക്കുവാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ 11 വർഷക്കാലമായി നിരന്തരം ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. STU ജില്ലാ പ്രസിഡന്റ് ഹലിൽ റഹ്മാൻ അധ്യക്ഷനായി. സംസ്ഥാന ഭാരവാഹികളായ അനിയൻ മാത്യു, MV മനോജ്, നന്ദിയോട് ബഷീർ, UTUC ജില്ലാ സെക്രട്ടറി മുണ്ടക്കയം സോമൻ, STU ജില്ലാ സെക്രട്ടറി അമീൻ ഷാ, DCC ഭാരവാഹികളായ MN ദിവാകരൻ നായർ, സണ്ണി കാഞ്ഞിരം, ജില്ലാ ഭാരവാഹികളായ ടോണി തോമസ്, ബിജു കൂമ്പിക്കൻ, ബൈജു P ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ താലൂക്ക് തല അക്ഷരോത്സവം പൊൻകുന്നത്ത് നടന്നു. വാടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയ ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ സർഗശേഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച താലൂക്ക് തല അക്ഷരോത്സവം പൊൻകുന്നത്ത് നടന്നു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അക്ഷരോത്സവം വാടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയ ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ സ്വാതന്ത്ര്യത്തോടെ തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങണമെന്ന് അഡ്വക്കേറ്റ് ജയ ശ്രീധർ പറഞ്ഞു. നമ്മുടെ കഴിവിനോട് തന്നെ വേണം നാം മത്സരിക്കേണ്ടതെന്നും ജയ ശ്രീധർ കൂട്ടിച്ചേർത്തു. മത്സരം അവനോട് തന്നെയുള്ള മത്സരമാണ്. നമ്മൾ മത്സരിക്കേണ്ടത് മറ്റുള്ളവരോടല്ല, നമ്മളോട് തന്നെയാണ്. അപ്പൊ ഇന്നലെ ഞാൻ എങ്ങനെ പാടി, എങ്ങനെ വരച്ചു, എങ്ങനെ എഴുതി, അതിൽ നിന്നും കൂടുതൽ മെച്ചമായിട്ട് എനിക്ക് ഇന്ന് എഴുതാൻ കഴിയണം, ഇന്ന് പാടാൻ കഴിയണം, ഇന്ന് വരയ്ക്കാൻ കഴിയണം. അങ്ങനെ മാത്രമേ നമ്മുടെ കഴിവ് വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും മത്സരം അവനോട് തന്നെ ആയിരിക്കണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് കൂട്ടുകാരെ ഓർമ്മിപ്പിക്കുകയാണ്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബുലാൽ PK അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയശ്രീ വിജയകുമാർ, ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK സന്തോഷ് കുമാർ, സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി B ഹരികൃഷ്ണൻ, താലൂക്ക് കമ്മിറ്റി അംഗം സന്ദീപ് ലാൽ S, TV ഹർഷകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ടം പരിശോധനയ്ക്ക് കോട്ടയം ജില്ലയിൽ തുടക്കമായി. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള തിരുവാതുക്കൽ APJ അബ്ദുൽ കലാം ഓഡിറ്റോറിയത്തിൽ
സാഹചര്യത്തിലാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണയുടെ മേൽനോട്ടത്തിൽ പരിശോധന ആരംഭിച്ചത്. ജില്ലയിൽ 1791 ബൂത്തുകളാണുള്ളത്. ബൂത്തുകളുടെ എണ്ണത്തേക്കാൾ 25% അധികം വോട്ടിംഗ് യന്ത്രങ്ങളും 35%-ലധികം വിവിപാറ്റ് യന്ത്രങ്ങളുമാണ് പരിശോധിക്കുന്നത്. സംസ്ഥാന നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷന്റെയും കോട്ടയം ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷന്റെയും സഹകരണത്തോടെയാണ് കേരള നെറ്റ്ബോൾ അസോസിയേഷൻ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി 450 കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. വിളംബര ഘോഷയാത്ര പാലാ ഡിവൈഎസ്പി കെ സദൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരസഭാ കൗൺസിലർ ബിജി ജോജോ, ഡോക്ടർ PT സൈനുദ്ദീൻ, ഷിബു തെക്കേമറ്റം തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള നെറ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് എസ് നജിമുദ്ദീൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാണി സി കാപ്പൻ MLA, സ്കൂൾ മാനേജർ ഫാദർ ജോസ് കാക്കല്ലിൽ, പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. ദക്ഷിണകാശി ളാലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ജോസ് കെ മാണി MP സന്ദർശനം നടത്തി. ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയുടെ കരിങ്കൽക്കെട്ട് വിള്ളലുണ്ടായിരിക്കുന്നത് ക്ഷേത്രം ഭാരവാഹികൾ MPയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ജലസേചന വകുപ്പുമായി ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് MP നിർദ്ദേശം നൽകി. ലാലത്ത് ഉത്സവത്തോടനുബന്ധിച്ച് പാലാ ളാലം മഹാദേവ ക്ഷേത്രത്തിൽ ജോസ് കെ മാണി MP സന്ദർശനം നടത്തി. ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയുടെ 50 അടിയോളം ഉയരമുള്ള കരിങ്കൽക്കെട്ട് വിള്ളലുണ്ടായി അപകടകരമായ അവസ്ഥയിലുള്ളത് അമ്പലം ഭാരവാഹികൾ ജോസ് കെ മാണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. MP ഉടൻ തന്നെ മൈനർ ഇറിഗേഷൻ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഭാരവാഹികൾ MPക്ക് നിവേദനവും നൽകി. ഊട്ടുപുര നവീകരിക്കുന്നതിന് സർക്കാരുമായുള്ള ഇടപെടലുകൾ MP ഏറ്റെടുത്തു. നമ്മുടെ ലാളം ക്ഷേത്രത്തിലെ ലാളോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടായിരുന്ന അവരുടെ ലാളം പാലത്തിൽ നിന്നുള്ള പ്രൊസഷനിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ആറാട്ട് വരവേൽപ്പാണ്. അതേ ദിവസം ഇവിടെ വന്നപ്പോൾ ഭരണസമിതി, ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഇവിടുത്തെ ഇതൊരു ഊട്ടുവരെയാണ്. ഈ ഊട്ടുവരെയും ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ നടത്താൻ പോലും പറ്റുന്നില്ല, കാരണം വിള്ളലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തോടിൻ്റെ സൈഡ് കെട്ടുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇറിഗേഷൻ വകുപ്പിൽ കൊടുക്കാനായിട്ടുള്ള നിവേദനമാണ്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രാലയമായിട്ട് സംസാരിച്ച് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്ന് പരിശോധിച്ച് തീർച്ചയായിട്ടും അതിനുള്ള ഒരിടപെടൽ നടത്താനുള്ള ശ്രമമുണ്ടാകും. ക്ഷേത്ര ഭാരവാഹികളായ ശ്രീകുമാർ കളരിക്കൽ, പരമേശ്വരൻ നായർ പുത്തൂർ, നാരായണൻകുട്ടി അരുൺ നിവാസ്, അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട്, രാജൻ കേട്ടാപ്പള്ളി, സൂരജ് കളപ്പുരയ്ക്കൽ തുടങ്ങിയവർ ജോസ് കെ മാണിയെ സ്വീകരിച്ചു. ബൈജു കൊല്ലംപറമ്പിൽ, ജോർജ് കുട്ടി ചെറുവള്ളി, ജോസുകുട്ടി പൂവേലി, ജോസിൻ ബിനോ തുടങ്ങിയവർ MPക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന വെൽനസ് ജനകീയ ക്യാമ്പയിന് തുടക്കമായി. ഉള്ളനാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പ് ആയുഷ് മിഷന്റെയും നേതൃത്വത്തിലാണ് ജനകീയ ക്യാമ്പയിൻ നടത്തുന്നത്. സുധാ ഷാജി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുവള്ളിക്കടുത്ത് KSRTCയുടെ വിനോദയാത്രാ ബസ് തീകത്തി നശിച്ച സംഭവം. തീപിടുത്തം സംബന്ധിച്ച ഭിന്നാഭിപ്രായം. വീൽ ജാമായതാണെന്ന് KSRTC വിജിലൻസ് വിഭാഗം ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഓടിച്ചത് കാരണമായെന്ന മലപ്പുറം ഡിപ്പോ അധികൃതർ. കോഴിയിറച്ചിക്ക് വൻ വില വർധന. കിലോയ്ക്ക് 170 രൂപയ്ക്ക് മുകളിൽ. തമിഴ്നാട് കോഴി വരവ് കുറഞ്ഞു. ജില്ലയിൽ ചെറുകിട കോഴി ഫാമുകൾ പൂട്ടിയതും കാരണം. എരുമേലിയിൽ എക്സൈസ് സംഘം വൻ വാറ്റ് കേന്ദ്രം തകർത്തു. 490 ലിറ്റർ കോടയും വാറ്റ് ഉപകരണങ്ങളും പിടിച്ചെടുത്തു. വാറ്റ് സംഘം ഓടി രക്ഷപ്പെട്ടു. ധനുമാസത്തിലെ തിരുവാതിര ആഘോഷിച്ചു. വ്രതം നോറ്റും തിരുവാതിര കളിച്ചും ഉറക്കമിളച്ചും സ്ത്രീജനങ്ങൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.